ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പറയുന്നത് എക്സലാണ്. എക്സലിൽ അക്കൗണ്ട്സ് ചെയ്യാറുണ്ട്. നമ്മൾ ടാലിയിലൊക്കെ ചെയ്യുന്ന പോലെ അക്കൗണ്ട്സുകൾ ചെയ്തു വയ്ക്കാറുണ്ട്. അപ്പോൾ ഒരു പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാർട്ടിയുടെ ലെഡ്ജർ ബാലൻസ് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മളിന്ന് പറയാൻ പോണത്. ഉദാഹരണത്തിന് ഒരു പാർട്ടിക്ക് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ട് നമ്മളൊരു പാർട്ടിയുടെ കയ്യിൽ നിന്ന്. അപ്പോൾ പാർട്ടിയുടെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്തിട്ട് അപ്പോൾ ഒരു 50,000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു. എമൗണ്ട് അവർക്ക് കുറച്ച് കൊടുത്തിട്ടുണ്ട്, പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ബാലൻസ് എത്ര വരും? പിന്നെയും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ബാലൻസ് ആഡ് ചെയ്തിട്ടും കൊടുക്കുന്നതിനനുസരിച്ചിട്ട് മൈനസ് ചെയ്തിട്ടും കാണിക്കണം. ഇതേപോലെ തന്നെ സെയിൽസിൻ്റെയും വരാം. അതെങ്ങനെയാണ് ആ ബാലൻസ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്യുന്നത്, അതാണ് നമ്മൾ ഇന്ന് പറയാൻ പോണത്. അപ്പോൾ ആദ്യം നമ്മളൊരു ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണ്. ഇതാണ് ലെഡ്ജറിൻ്റെ ഫോർമാറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. പർച്ചേസ് ലെഡ്ജർ എന്നുള്ളത് കൊടുത്തു. ഏത് പാർട്ടിയുടെ പേരാണോ നമുക്ക് വേണ്ടത് അവരുടെ പേരും കൂടെ കൊടുക്കുക. അതിനുശേഷം ഡേറ്റിനൊരു കോളം, പെർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ്, ക്രെഡിറ്റ്, ബാലൻസ്, ഈ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ കൊടുക്കുന്നത്. ഇനി നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ഏത് ഡേറ്റിലാണോ പർച്ചേസ് ചെയ്യുന്നത് ആ പർച്ചേസിൻ്റെ ഡേറ്റ് നമ്മൾ കൊടുക്കുക. അതേപോലെ തന്നെ പെർട്ടിക്കുലേഴ്സിൽ നമ്മൾ പർച്ചേസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബിൽ നമ്പർ കൊടുക്കണമെങ്കിൽ ബിൽ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. പാർട്ടി നെയിം ഓൾറെഡി നമ്മളിവിടെ കൊടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ ബിൽ നമ്പർ എൻ്റർ ചെയ്താലും മതി. ഇതിനെ സെലക്ട് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഒന്ന് സെൻറ്റർ അലൈൻമെൻ്റ് ആക്കാം. അതേപോലെ തന്നെ ഡെബിറ്റ് സൈഡിൽ 50,000 രൂപയ്ക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ ഒരു 15,000 രൂപയ്ക്ക് നമ്മൾ പർച്ചേസ് ചെയ്തു, എൻ്റർ ചെയ്യുക. ഇനി അതേപോലെ നമ്മളൊരു പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് വേറൊരു ഡേറ്റിൽ, ഒരു 25/6 നമ്മളൊരു പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. പേയ്മെൻറ്റ് നമ്മൾ ഇവിടെ കാണിക്കുന്നു, ഒരു 10,000 രൂപയാണ് നമ്മൾ പേയ്മെൻറ്റ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇവിടെ ഇതിൻ്റെ ബാലൻസ് കണ്ടുപിടിക്കണം. ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിയുള്ള സ്ഥലങ്ങൾ എൻ്റർ ചെയ്യുമ്പോൾ ഇവിടെ ചേഞ്ചസ് വരണം. അതാണ് നമ്മളിനി ചെയ്യാൻ പോകുന്നത്. ഇതിനെ നമ്പറിൻ്റെ ഫോർമാറ്റിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇത്രയും കോളംസ് സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ വന്ന് ഇതിൽ കോമ എന്നുള്ള സ്റ്റൈല് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ തന്നിട്ട് അക്കൗണ്ടിങ് എന്ന് പറയുന്നൊരു ഫോർമാറ്റ് ഉണ്ട്, നമ്പർ ഉണ്ട്, ഏത് വേണമെങ്കിലും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലേക്ക് മാറും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവിടെ വന്നിട്ട് ഇതിൽ ഈക്വൽ ഇവിടുത്തെ ഡെബിറ്റ് എമൗണ്ട്, നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ള എമൗണ്ട് പ്ലസ് ഇവിടെ ക്രെഡിറ്റ് എമൗണ്ടിൻ്റെ കോളം, ഇതും കൂടെ ടോട്ടൽ ചെയ്യുക. അപ്പോൾ നമുക്ക് സെയിം എമൗണ്ട് തന്നെ ഇവിടെ വരിക. ഇനി നമ്മൾ ചെയ്യുന്നത് അടുത്ത കോളത്തിൽ ഈക്വൽ എന്നുള്ളത് കൊടുക്കുക. നമ്മുടെ ബാലൻസിൻ്റെ ഫസ്റ്റ് കോളത്തിലെ എമൗണ്ട് സെലക്ട് ചെയ്യുക. മൈനസ് ക്രെഡിറ്റിന് നമ്മൾ മൈനസ് കൊടുത്ത എമൗണ്ട് എത്രയാണോ ആ കോളം സെലക്ട് ചെയ്യുക. പ്ലസ് ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോണ സെല്ല്, അതാണ് അടുത്തത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഈ D7 എന്ന് പറയുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ബാലൻസ് എമൗണ്ട് കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്തത് ഈക്വൽ ബാലൻസിൻ്റെ ഫസ്റ്റ് കോളം സെലക്ട് ചെയ്തു, ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്തു, മൈനസ് കൊടുത്ത എമൗണ്ടിൻ്റെ സെല്ല് സെലക്ട് ചെയ്യണു, പ്ലസ് ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോണ സെല്ല് എൻ്റർ ചെയ്യുക. നമുക്ക് അവിടെ മൈനസ് എമൗണ്ട് കിട്ടും. നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഈ എമൗണ്ട് ഒന്ന് മാറ്റി കൊടുക്കാം. ഇവിടെ 10,000 അല്ല നമ്മൾ കൊടുത്തത്, ഒരു 8,000 ആയിട്ട് നമ്മളൊന്ന് ഇതിനെ മാറ്റുകയാണ്. 8,000 ആക്കി മാറ്റിക്കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ഇവിടെ നമുക്ക് എമൗണ്ട് കാണിച്ചു തരും. ഇനി ഈ കോളം നമ്മൾ ആൻസർ കണ്ടിട്ടുള്ള ഈ ഒരു സെല്ലിനെ സെലക്ട് ചെയ്യുക, താഴേക്ക് ഡ്രാഗ് ചെയ്യുക. നമ്മൾ ഇതുവരെ നമ്മൾ ഡ്രാഗ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് എമൗണ്ട് വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണു, ഇവിടെ വീണ്ടും നമുക്കൊരു പർച്ചേസ്, ഇതിൽ പേയ്മെൻറ്റ് എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു ഡേറ്റിൽ നമ്മൾ പേയ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ പേയ്മെൻറ്റ് കൊടുത്തു. ഇനി വീണ്ടും ഒരു 501 എന്ന് പറഞ്ഞിട്ടൊരു ബിൽ നമ്പറിലൊരു ബില്ല് വരുന്നുണ്ട്. 28/6. ഇവിടെ അതൊരു 5,000 രൂപയ്ക്കാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ വീണ്ടും ഇവിടെ എമൗണ്ട് കൂടി. ഇനി പേയ്മെൻറ്റ് നടത്തുന്നുണ്ട്. പേയ്മെൻറ്റ് ഇവിടെ ഒരു 10,000 രൂപ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി 2,000. അടുത്ത ഡേറ്റിൽ നമ്മളൊരു 2,000 കൂടെ എൻ്റർ ചെയ്യാണ്.
അപ്പോൾ ബാക്കി 0 ആയിട്ട് നമുക്ക് ഇവിടെ കാണിക്കും, ബാലൻസ് 0 ആയിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഒരു പാർട്ടി നെയിം വെച്ചിട്ട് അല്ലെങ്കിൽ ഒരാളുടെ പേര് വെച്ചിട്ട് ഒരു ലെഡ്ജർ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഇൻഡെക്സ് വേണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഒരു കോളം ഒരു ഇൻഡെക്സ് ആയിട്ട് കൊടുക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒരു പാർട്ടി നെയിമിൻ്റെയാണ്. ഇതുപോലെ കുറേ ആളുകളുടെ കയ്യിൽ നിന്ന് നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇതേ ഫോർമാറ്റ് തന്നെ നമുക്ക് വീണ്ടും വേണം. അപ്പോൾ വീണ്ടും ഇതന്നെ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അതിന് പകരം നമ്മൾ ഇതിൽ വരുന്ന ഇത്രയും ഡീറ്റെയിൽസിനെ നമ്മൾ ഡിലീറ്റ് ചെയ്യുക. ഇത്രയും ഡീറ്റെയിൽസിനെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ ഇതിനെ കോപ്പി എടുക്കുക. ഇത്രയും ഭാഗം നമ്മൾ ഇതിനെ സെലക്ട് ചെയ്യണു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോപ്പി എന്നുള്ളത് എടുക്കുക. അതിനുശേഷം അടുത്ത ഷീറ്റിൽ വന്ന് ഇവിടെ നമ്മളിതിനെ പേസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ഫോർമാറ്റിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇനി നമ്മളിവിടെ ഡീറ്റെയിൽസും ഡിലീറ്റ് ചെയ്ത് കളയാൻ നമുക്ക് അതേപോലെ തന്നെ ഇവിടെ വരുന്ന പാർട്ടി നെയിമിനെയും നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത് വേറൊരാളുടെ പേരിലുള്ള അക്കൗണ്ടായി നമ്മൾ സാധാരണ ചെയ്യണ പോലെ ബാക്കിയുള്ള ആളുകളുടെയും കൂടെ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി ഇതിന് രണ്ടിനും നമുക്ക് ഒരു ഇൻഡെക്സ് ക്രിയേറ്റ് ചെയ്യണം. ആ ഇൻഡെക്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ പേരിലേക്ക് എത്തേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം അരവിന്ദ് എന്നുള്ളതായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അരവിന്ദ് എന്നുള്ളത് കൊടുത്തു. അത് അരവിന്ദ് എന്നുള്ളത് ഷീറ്റ് 2-ലാണ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അരവിന്ദ് എന്നുള്ള പേര് ഇവിടെ ടൈപ്പ് ചെയ്യാം. അരവിന്ദ് എന്നുള്ളത് കൊടുത്തു. ഇനി അടുത്തത് റാമിൻ്റെ പേരാണ്. റാം എന്നുള്ളത് നമ്മളിവിടെ കൊടുത്തു. ഇനി നമുക്ക് അരവിന്ദ് എന്ന് പറയുന്ന ഈ ഒരു പേരിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ആ പേജിലേക്ക് നമുക്ക് എത്തണം, അരവിന്ദിൻ്റെ പേജിലേക്ക് നമുക്ക് എത്തണം. അപ്പോൾ ഷീറ്റ് 2-ലാണ് ഞാൻ അരവിന്ദ് എന്നുള്ള പേര് കൊടുത്തത്. അതുപോലെ തന്നെ ഷീറ്റ് 4-ലാണ് റാമിൻ്റെ പേര് കൊടുത്തത്. നമുക്ക് വേണമെങ്കിൽ ഈ ഷീറ്റിനെ റീനെയിം ചെയ്യാം. ഷീറ്റ് 2-ൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇതിൽ റീനെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ അരവിന്ദ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമുണ്ട്. അതേപോലെ ഷീറ്റ് 4-ൽ വന്നിട്ട് റീനെയിം ചെയ്ത് അതിന് റാം എന്നുള്ളത് ഏത് പേരിലാണോ വേണ്ടത് അത് നമ്മൾ കൊടുക്കുക. ഷീറ്റ് 3-യെ നമ്മൾ റീനെയിം ചെയ്യണു. ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഷീറ്റ് 3-യെ നമ്മൾ കൊടുക്കുക. ഈ പേജിലേക്ക് എത്തുകയാണ് വേണ്ടത്, അരവിന്ദ് എന്ന് പറയുന്ന പേജിലേക്ക് എത്തുകയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ അരവിന്ദ് എന്നുള്ള റോ സെലക്ട് ചെയ്തതിന് ശേഷം ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക. ഹൈപ്പർ ലിങ്ക് എടുത്തതിന് ശേഷം ഇവിടെ കറണ്ട് ഫോൾഡർ എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത്. ഇതല്ല നമുക്ക് വേണ്ടത്. ഇവിടെ വന്നിട്ട് പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമ്മൾ കൊടുത്ത ഓരോ പേരുകളും കാണാം. അപ്പോൾ അരവിന്ദാണ് നമുക്ക് വേണ്ടത്. അരവിന്ദ് സെലക്ട് ചെയ്ത് ഓക്കെ എന്നുള്ളത് കൊടുക്കുക. അതിനുശേഷം റാമിനെ സെലക്ട് ചെയ്യണു, ഹൈപ്പർ ലിങ്ക് എടുക്കുക, റാം എന്നുള്ളത് സെലക്ട് ചെയ്യുക. പ്ലേസ് ഇൻ ദിസ് ഡോക്യുമെൻ്റ് എന്നുള്ളതാണ് എടുക്കേണ്ടത്. അതിൽ റാം സെലക്ട് ചെയ്തു ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനി നമ്മൾ ഇവിടെ പോയിൻ്റർ കൊണ്ടുവച്ച് അരവിന്ദ് എന്ന് പറയുന്ന പേരിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ നമുക്ക് അരവിന്ദിൻ്റെ ലെഡ്ജറിലേക്ക് എത്താൻ പറ്റും. തിരിച്ച് ഇവിടെ നിന്ന് ഇൻഡെക്സിലേക്കാണ് പോകേണ്ടത് എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ പർച്ചേസ് ലെഡ്ജറിൽ നിന്ന് ഇൻഡെക്സിലേക്ക് കൊടുക്കാം. അപ്പോൾ ഇവിടെ പർച്ചേസിൽ ക്ലിക്ക് ചെയ്തു, ഹൈപ്പർ ലിങ്ക് എന്നുള്ളത് എടുക്കുക, ഇൻഡെക്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഡെക്സിലേക്ക് എത്തും. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് നമ്മുടെ പർച്ചേസ് ലെഡ്ജറിൻ്റെ പേജിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതായത് അരവിന്ദിൻ്റെ പേജിലേക്ക് നമുക്ക് എത്താൻ പറ്റും. അതാണ് നമ്മൾ ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്ന ഓപ്ഷനും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പോൾ ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ലെഡ്ജർ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതിൽ ഹൈപ്പർ ലിങ്കും കൂടെ ആഡ് ചെയ്യുന്നത്.